പ്രസാദ്, ഇപ്പോൾ ഡോക്ടർ എ ജയതിലക് പുതിയ ചീഫ് സെക്രട്ടറി ആകുമ്പോൾ IAS പോര് ഏത് തലത്തിലേക്ക് എത്തും എന്ന ഒരു ഉദ്യോഗം കൂടി അതിനൊപ്പം ഉണ്ടാവുകയല്ലേ? കാരണം എം പ്രസാദുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനത്തിലേക്ക് പോകും? അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ നീട്ടുമോ? അദ്ദേഹം തിരിച്ചെത്തുമോ? തിരിച്ചെത്തിയാൽ ജയതിലകിന് കീഴിൽ പ്രതികരിക്കാതെ പ്രശാന്ത് തുടരുമോ? നിരവധി ചോദ്യങ്ങളുണ്ട്. ഉറപ്പായും സമീപകാലത്ത് ഇല്ലാത്ത നിലയിൽ ചീഫ് സെക്രട്ടറി ഒരു വാർത്താ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സ്മൃതി, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഏതാണ്ട് 5 മാസത്തിലേറെയായി സംസ്ഥാനത്ത് ജയതിലക് IASനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് എൻ പ്രശാന്ത് IASൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വിമർശനങ്ങൾ മാത്രമല്ല, വെറും ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകൾ സഹിതമുള്ള രേഖകളടക്കം നിലവിലുള്ള ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടും അത് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന ആരോപണം ശക്തമായി തുടരുന്നതിനിടെയാണ് ജയതിലക് തന്നെ ചീഫ് സെക്രട്ടറിയായി മാറുന്നത് എന്നുള്ളതാണ് ഇതിലൊരു ശ്രദ്ധേയമായ ഒരു കാര്യം. നിലവിൽ എൻ പ്രശാന്തിനെതിരായ ആരോപണങ്ങൾ ചീഫ് സെക്രട്ടറി അന്വേഷിക്കുന്ന ഈ ഘട്ടത്തിൽ, ഹിയറിംഗ് ഉൾപ്പെടെ നടത്തിയിരിക്കുന്ന ഘട്ടത്തിൽ അതിലുള്ള നടപടികൾ നിലവിലുള്ള ചീഫ് സെക്രട്ടറി പൂർത്തിയാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായി ജയതിലകിനെതിരായ ആരോപണങ്ങൾ പരിശോധിക്കേണ്ടത് ഇനിയിപ്പോൾ സ്ഥാനത്ത് വരാൻ പോകുന്ന ജയതിലക് തന്നെ ആയിരിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സീനിയറായ മനോജ് ജോഷിയെ മറികടന്നുകൊണ്ട് ജയതിലക് ചീഫ് സെക്രട്ടറി ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമീപകാലത്ത് ചീഫ് സെക്രട്ടറിമാരൊന്നും അങ്ങനെ വാർത്താ താരങ്ങളായി മാറിയില്ല എങ്കിൽ ഇനിയിപ്പോൾ കഥ തിരിച്ചായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ പ്രശാന്തിൻ്റെ സംസാരത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഫി വിത്ത് അരുണിൽ പ്രശാന്ത് സംസാരിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത് പ്രശാന്ത് നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. ഇനിയിപ്പോൾ ജയതിലകിനെതിരെ പ്രശാന്ത് ഉയർത്തിയ ആരോപണങ്ങൾ അത് ആര് അന്വേഷിക്കും, ആരായിരിക്കും അത് പരിശോധിക്കുക? ഇനിയിപ്പോൾ സസ്പെൻഷൻ കാലാവധി അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം പ്രശാന്തിനുണ്ട്. അങ്ങനെയെങ്കിൽ തിരിച്ചെടുക്കാൻ നേതൃത്വം നൽകുന്നതും ഇനിയിപ്പോൾ വരാൻ പോകുന്ന ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഡോക്ടർ ജയതിലക് തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ജയതിലകിന് എതിരായ ആരോപണങ്ങൾ, രേഖകൾ അതെന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പ്രധാനമായും ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉയർന്നു കേൾക്കുക. ജയതിലകിനെതിരെ ഉയർന്ന നിരവധി ആരോപണങ്ങളിൽ പലതും രേഖകൾ മുക്കിയതും രേഖകൾ തിരുത്തി എഴുതിയതും രേഖകളിൽ വ്യാജമായ രേഖകൾ എഴുതി ചേർത്തതും ഉൾപ്പെടെയുള്ള തെളിവുകളും ഉൾപ്പെടെയാണ് എൻ പ്രശാന്തിൻ്റെ പരാതി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ ആരോപണ വിധേയനായ ജയതിലക് സംസ്ഥാന ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ മേധാവിയാകുമ്പോൾ എന്തായാലും അത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. പ്രത്യേകിച്ച് എൻ പ്രശാന്ത് IASുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ. സ്മൃതി, IASൽ ഒരു പവർ ലോബി ഉണ്ട് എന്ന വെളിപ്പെടുത്തലാണല്ലോ എം പ്രശാന്ത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നടത്തിയത്. പവർ ലോബിയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ നീങ്ങുന്നു എന്നുള്ള കാര്യവും പലപ്പോഴായി പുറത്തേക്ക് വന്നിട്ടും ഉള്ളതാണ്. അതിൽ ജയതിലകുമായി ബന്ധപ്പെട്ട് ജയതിലകിനൊപ്പം നിൽക്കുന്ന ഗോപാലകൃഷ്ണനെ എങ്ങനെയാണ് സംരക്ഷിച്ചത്? ആ ഗുരുതരമായ ആരോപണം, പ്രശാന്തിൻ്റെ പരസ്യ പ്രതികരണം, രണ്ടും ഒരേ സമയത്ത് വരുമ്പോൾ ആർക്കെതിരെ നടപടി, ആര് തിരിച്ചു വരുന്നു എന്നതൊക്കെ ഉള്ളതും നാട് കണ്ടതാണ്. അപ്പോൾ ആ രൂപത്തിൽ കൂടെ നിൽക്കുന്നവർക്കൊപ്പം നിൽക്കുക, എതിർക്കുന്നവരെ മാറ്റി നിർത്തുക എന്ന രൂപത്തിലേക്ക് ആ പവർ ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യവും അറിയുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി ഒന്നുകൂടി ശക്തമാകാനുള്ള സാധ്യതയും അവിടെ നിൽക്കുകയല്ലേ? പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് സ്മൃതി, നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ചില വകുപ്പുകളുടെ തലവനായിരിക്കുന്ന ജയതിലകിനേക്കാൾ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ വകുപ്പുകൾ കയ്യിലില്ലാത്ത ജയതിലകായിരിക്കും ഇനിയിപ്പോൾ ചീഫ് സെക്രട്ടറിയായി മാറുക എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് മൊത്തത്തിലുള്ള കോർഡിനേഷൻ്റെ പവർ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും തലത്തിൽ കേന്ദ്രീകൃതമായി, ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു പദവിയാണ്. പക്ഷേ അതിൽ നിന്ന് മാറി മറ്റൊരു തരത്തിൽ ഒരു കോർഡിനേഷൻ പദവിയിലേക്ക് ചീഫ് സെക്രട്ടറി മാറുന്നത്. മാത്രമല്ല സ്മൃതി, നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ ജയതിലക് എൻ പ്രശാന്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഇനി ചീഫ് സെക്രട്ടറി പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള നീക്കങ്ങൾ. നേരത്തെ പ്രശാന്ത് ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുള്ളതാണ്. അതായത് തങ്ങൾക്കെതിരായ നീക്കം നടത്തുന്നവർക്കെതിരെ അവർക്കൊരു പണി കൊടുക്കണം, അതുകൊണ്ട് തന്നെ അവരുടെ പട്ടിക തയ്യാറാക്കണം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഉദ്യോഗസ്ഥനാണ് ഈ ജയതിലക് എന്നാണ് എൻ പ്രശാന്ത് പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ജയതിലകിന് ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം
ഉറപ്പാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടുന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കേണ്ട, മന്ത്രിസഭയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ചുമതലകളെല്ലാം നിർവഹിച്ചു പോകേണ്ട കേന്ദ്ര ബിന്ദു എന്ന നിലയിൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ജയതിലക് നേരത്തെ ഉള്ള ജയതിലകിൽ നിന്നും ആ തരത്തിൽ ദുർബലനായിരിക്കും എന്നുള്ളതാണ് പ്രശാന്ത് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക. ഇനിയിപ്പോൾ വ്യക്തിപരമായ ശത്രുതയും വ്യക്തിപരമായ പകയും അതെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ശരിയാക്കി കളയാം എന്ന രീതിയിലുള്ള മനോഭാവത്തിലേക്ക് ഡോക്ടർ എ ജയതിലകിന് മാറാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പദവിയുടെ പ്രത്യേകത. നേരത്തെ തന്നെ പ്രശാന്ത് ഈ ആരോപണം ഉന്നയിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലും പ്രശാന്തിന് അറിയാമായിരുന്നു അടുത്ത ചീഫ് സെക്രട്ടറി എ ജയതിലക് ആയിരിക്കുമെന്ന്. എന്നിട്ടും ഒരിക്കലും ആരോപണത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല പ്രശാന്ത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശ്രുതി, ശരി, എ ജയതിലക് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നു. ഇപ്പോൾ ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ആദിൽ പാലടും ഒപ്പം തന്നെ ടി വി പ്രസാദും